നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ലോകത്തിന്റെ ഒരു ഭാഗത്ത് മതമൗലിക രാഷ്ട്രീയ നേതാവിന്റെ മരണം അവർ ഖബറടക്കം നടത്തുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടിയാണ്. ഒരാഴ്ചത്തേക്ക് ദുഃഖാചരണം അടക്കമുള്ളവയുണ്ട്. ഒരിടത്തും കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നില്ല, ജോലികളില്ല. എല്ലാവരും വീട്ടിൽ നിൽക്കാതെ എല്ലാവരും ഈ സ്ഥലത്തേക്ക് വരണമെന്നൊക്കെ തന്നെ തോക്കിന് മുന്നിൽ നിർത്തിക്കൊണ്ട് കരയിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇങ്ങ് കേരളത്തിൽ നിന്നും മുറവിളികൾ ഉയരുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ഏതോ ഒരു നേതാവ് മരണപ്പെടുമ്പോൾ എങ്ങനെയാണോ ദുഃഖം പ്രകടിപ്പിക്കുന്നത്, അതുപോലെയാണ് ഇറാനിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾക്ക് താഴെ വരുന്ന ചില അടിക്കുറിപ്പുകൾ. അത് മാത്രമല്ല, ഈ KT ജലീൽ അടക്കമുള്ളവർ പരസ്യമായി തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് ചില പറച്ചിലുകൾ അല്ലെങ്കിൽ തുറന്ന എഴുത്തുകൾ അടക്കമുള്ളവ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇസ്രയേലും അമേരിക്കയും നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഹുസൈൻ ഖമേനിയുടെ വിലാപയാത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നുവെന്ന് മുൻ മന്ത്രി KT ജലീൽ വ്യക്തമാക്കുകയാണ്. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇറാന്റെ മണ്ണും മനസ്സും കവർന്ന ധീര നേതാവിന് സലാം അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. 4 പതിറ്റാണ്ടോളം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഈ ഖമേനിയുടെ ധീര രക്തസാക്ഷിത്വം ഇറാനിലും ലോകമെമ്പാടും ഉണ്ടാക്കിയ അനുരണനം ചെറുതല്ല എന്നാണ് KT ജലീൽ കുറിച്ചത്. താൻ ഏതു സമയവും വധിക്കപ്പെടാമെന്ന് അലി ഖമേനി സംശയിച്ചിരുന്നുവെന്നും പരലോകം പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹമെന്ന് പല സംഭാഷണങ്ങളും വ്യക്തമാകുന്നുണ്ടെന്നും KT ജലീൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇറാഖിനും ലിബിയയ്ക്കും വന്ന ദുർഗതി ഇറാന് വരാതിരിക്കാൻ കാരണമായത് അദ്ദേഹത്തിന്റെ ഈ ചാഞ്ചല്യമില്ലാത്ത നിലപാടായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ സദാം ഹുസൈന്റെയും മുഅൽ ഗദ്ദാഫിയുടെയും അവസ്ഥ അൽ ഖമൈനിക്ക് വരുമായിരുന്നു. ആണവ ശക്തിയാകാനുള്ള ശ്രമങ്ങൾ ഇറാഖോ ലിബിയയോ നടത്തിയിരുന്നുവെങ്കിൽ ആഭ്യന്തര കലാപത്തിലൂടെ അവർ നിഷ്കരുണം പുറത്താക്കപ്പെട്ട കൊലക്കത്തിക്ക് ഇരയാകുമായിരുന്നില്ല. മനക്കരുത്തിന്റെയും ധീരതയുടെയും സാമ്രാജ്യത്വ വീരത്വത്തിന്റെയും ജീവൽ പ്രതീകമായ രക്തസാക്ഷികൾക്ക് അദ്ദേഹം കുറിപ്പിലൂടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ദശലക്ഷങ്ങൾ അണിനിരന്ന വിലാപയാത്ര 86-കാരനായ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ വിയോഗത്തിൽ കണ്ണീർ പൊഴിക്കുകയും അലമുറയിട്ട് കരയുകയും ചെയ്ത ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ലോകം കണ്ടത്. ഈ ട്രംപിനോ ബെഞ്ചമിൻ നെതന്യാഹുവിനോ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത നേട്ടമാണെന്നാണ് KT ജലീൽ വിശേഷിപ്പിക്കുന്നത്. ആ KT ജലീലിന്റെ വിശേഷണമൊക്കെ നോക്കണേ. ട്രംപ് മരണപ്പെട്ടാലോ അല്ലെങ്കിൽ നെതന്യാഹു മരണപ്പെട്ടാലോ ഈ കണ്ട ആളുകളൊന്നും ഈ കണ്ട ജനങ്ങളെപ്പോലെ ആരും തടിച്ചുകൂടില്ല എന്നാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപിനോ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഒരു ട്രംപിന്റെ മരണശേഷം സമാനമായ രീതിയിൽ ആരും കടകൾ തുറക്കരുത്, ആരും ഈ ഒരു വാർത്തയല്ലാതെ മറ്റു വാർത്തകൾ ഒരു ടെലിവിഷനിലൂടെ പുറത്തു കൊണ്ടുവരരുത്, ആരും ജോലിക്ക് പോകരുത്, ഇത്രയും ആളുകളെ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി തരാനുള്ള സ്റ്റൈഫിന് തരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ഇസ്രായേലിനും ഒക്കെ തന്നെ ആളെ ഇതിനേക്കാൾ ഇരട്ടിയിലധികം കൂട്ടാമെന്ന കാര്യം ജലീൽ മറന്നു പോകരുത് എന്നാണ് താഴെ വരുന്ന ചില കമന്റുകൾ. ടെഹ്റാനിലെ പ്രശസ്തമായ ആസാദി, അതായത് സ്വാതന്ത്ര്യ സ്ക്വയർ മുതൽ കിലോമീറ്ററുകളോളം ദൂരം ജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞു. അന്ത്യയാത്രയിൽ ജനക്കൂട്ടം വലിയ തോതിൽ വികാരധീരനാകുകയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവർക്കെതിരെ കടുത്ത മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. കടുത്ത ചൂടും ജനത്തിരക്കും നിയന്ത്രിക്കാൻ ഫയർഫോഴ്സ് വാഹനങ്ങളിൽ നിന്ന് ജനക്കൂട്ടത്തിന് മേൽ വെള്ളം തളിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. രാഷ്ട്രീയ ജീവിതം അന്താരാഷ്ട്ര പ്രതികരണങ്ങളും 1939 ഏപ്രിൽ 19 ഇറാനിലെ മഷഹദിൽ ജനിച്ച അലി ഖമേനി 1979 അമേരിക്കൻ വിരുദ്ധ ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വിശേഷമാണ് പേർഷ്യൻ ജനതയുടെ കണ്ണിലുണ്ണിയായി മാറിയത് എന്നാണ് ഖമേനിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് പറയുന്നത്. 1981 മുതൽ 89 വരെ ഇറാന്റെ 3ാമത്തെ പ്രസിഡന്റായും തുടർന്ന് 89 ജൂൺ മുതൽ ഇറാന്റെ 2ാമത്തെ പരമോന്നത നേതാവായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇറാന്റെ സായുധ സേനകളുടെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെയും കമാൻഡർ ഇൻ ചീഫായിരുന്നു. ആണവ പദ്ധതികളെ പിന്തുണച്ചിരുന്ന അദ്ദേഹം വിദേശ നയങ്ങളിൽ കടുത്ത അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ പക്ഷക്കാരനായിരുന്നു. ജോർദാനിലെ റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജിക് സ്റ്റഡീസ് സെന്ററിൽ അതായത് ദ മുസ്ലിം 500 പട്ടികയിലും അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട്. 2026 ഫെബ്രുവരി 27 ടെഹ്റാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തിലാണ് അലി ഖമേനി കൊല്ലപ്പെടുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മകനായ മുസ്തഫ ഖമേനി പുതിയ പരമോന്നത നേതാവായി അധികാരമേൽക്കുകയും ചെയ്തു. ഈ കൊലപാതകത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനവികതയുടെയും നഗ്നമായ ലംഘനം എന്ന് വിശേഷിപ്പിക്കുകയും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ അലി ഖമേനിയുടെ മയ്യത്ത് സംസ്കാര ചടങ്ങിലേക്ക് 100ഓളം രാജ്യങ്ങളാണ് ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളെ അയച്ചത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗര, ബീഹാർ ഗവർണർ സയ്യിദ് അദാ ഹസ്നൈൻ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയുടെ എക്കാലത്തെയും നല്ല സുഹൃത്ത് തന്നെയാണ് ഇറാൻ. റഷ്യ, അഫ്ഗാനിസ്ഥാൻ, നബിയ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക നയതന്ത്ര സംഘങ്ങൾ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസലയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. 6 ദിവസം നീണ്ടുനിന്ന വിലാപയാത്രയ്ക്ക് ശേഷം ജൂലൈ 9 അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ
ഈ മഷ്ഹദിലെ വിശുദ്ധമായ ഇമാം റെസ മസ്ജിദിലാണ് ഭൗതിക ശരീരം ഔദ്യോഗികമായി ഖബറടക്കുക. ഇറാനുമായി നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ട്രംപ് പറയുമ്പോൾ തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയുടെ വേദിയിലാണ് ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. ഇവിടെ എടുത്തു പറയേണ്ടത് മലയാളികൾ ചിലരെങ്കിലും ഒക്കെ തന്നെ ഒരു 100 പേരെടുക്കുകയാണെങ്കിൽ 80 പേരോളം ആളുകൾ ഇറാനുമായി ബന്ധപ്പെട്ട അലി ഖമനേയുടെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്നു, ഒരു ഉയർപ്പുണ്ടാകുന്നു, വിശുദ്ധൻ അങ്ങ് സ്വർഗത്തിൽ എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്നൊക്കെ പറഞ്ഞ നിരവധി ആളുകളാണ് പിന്തുണച്ചുകൊണ്ട് കമന്റ് ഇടുന്നത്. പക്ഷെ ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇറാനിലെ ഒരു പറ്റം സ്ത്രീകളെ നിങ്ങൾ എല്ലാവരും തോക്കിൻ മുനയിൽ നിർത്തി ജീവിപ്പിക്കുന്നില്ലെങ്കിൽ തോക്കിൻ മുനയിൽ നിർത്തി നിങ്ങൾക്ക് ചെയ്തു കൂട്ടുന്നത് അത് ശരിയാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ മറുപടി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇറാനിലെ ഖമേനിക്ക് വേണ്ടി കരയുന്ന മലയാളികളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മലയാളിയുടെ മനസ്സിരിപ്പ് എന്താണ് എന്ന ചോദ്യവും അവശേഷിക്കുകയാണ്.